ഹായ്, കൂർക്ക ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? കൂർക്കയും കായയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി നമ്മളൊരു ഉരുളി എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം കൂർക്കയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ അളവിൽ തന്നെ നമ്മൾ കായയും എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇതൊന്ന് ഗ്യാസിൽ വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ കൂർക്കയും കായയും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സിമ്മിൽ വെച്ച് അവിടെ കിടന്ന് ഒന്ന് കുക്കാവട്ടെ കേട്ടോ നന്നായിട്ട്. അപ്പം നമുക്ക് ഇതിനാവശ്യമുള്ള വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചതച്ചെടുക്കാം. ചതച്ച് തന്നെ എടുക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അരിഞ്ഞെടുക്കരുത്. നമ്മളിതൊക്കെ ചതച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേനും നമ്മുടെ കൂർക്കയും കായൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കൂർക്കയാണ് കുറച്ച് ടൈം എടുക്കുന്നത് വേകാൻ, പക്ഷേ കായ പെട്ടെന്ന് വേകും കേട്ടോ. ഒരുപാട് വറ്റിച്ച് ഡ്രൈ ആക്കാറില്ല കേട്ടോ. ഞാൻ കുറച്ച് കുഴമ്പ് രൂപത്തിലിരിക്കുന്ന ഇഷ്ടം കേട്ടോ. നമ്മുടെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം അതിലേക്ക് നമ്മുടെ ഈ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം മാറി അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവുന്നോടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം മിക്സ് ചെയ്തൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുത്തുമുളക്, അതായത് വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നോടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നല്ല മണം വരും, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ഞാൻ കളറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് ഇട്ടേക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ഇരുമ്പിൻ്റെ പാത്രം വെച്ചേക്കണം, അതുകൊണ്ടാണ് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച് കൂർക്കയും കായും ഒക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. വേറെ ഒന്നും വേണ്ട കേട്ടോ, ചോറും കറിയും ഒന്നും വേണ്ട. സത്യം പറഞ്ഞാൽ ഇത് മാത്രം കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. അതുപോലെ ചായയുടെ കൂടെ, വൈകിട്ട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടം, ഞാനും കഴിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും, അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ അതിന്. നമ്മുടെ കൂർക്കയും കായൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.